കോഴിക്കോടേക്ക് പോവുകയാണ് മറ്റൊരു വാർത്തയിലേക്ക്. ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ആരോപണത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയതിൽ യുവതിക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് ആ കുടുംബം. ദീപകിന് നീതി ലഭിക്കാനായി ഏതറ്റം വരെയും പോകുമെന്നാണ് കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും നിലപാട്. ദീപക് തെറ്റ് ചെയ്തിട്ടില്ലെന്നും യുവതിയുടെ പോസ്റ്റ് പ്രചരണത്തിന് പിന്നാലെ മനോവിഷമത്തിലാണ് ആത്മഹത്യയെന്നും കുടുംബം അറിയിച്ചു. പരാതിയായിട്ട് പോകുമ്പോൾ കോടതിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വക്കീലിൻ്റെ അടുത്ത് പോയിട്ട് അത് എല്ലാത്തിനും ചെയ്യാൻ വേണ്ടിയിട്ട് ഏട്ടൻ്റെ മോൻ പോയിരിക്കുന്നു. അതിൻ്റെ എല്ലാ നടപടികളും അവരെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറഞ്ഞിരുന്നു. അതിനെ വെറുതെ ആ പെണ്ണിനെ വിടാൻ പറ്റില്ല. അത് നല്ല ശിക്ഷ കൊടുക്കുമ്പോഴാണ് അതിൽ ജയിലിലിട്ട് അടയ്ക്കണം. അത് ഇങ്ങനെ മറ്റുള്ള ഒരു വീട്ടുകാർക്കും ഞങ്ങൾക്ക് വന്ന മാതിരി മറ്റുള്ള കുടുംബങ്ങൾക്കും ഇങ്ങനെ വരരുത്. അതിനെ നുള്ളി കളയണം. അങ്ങനെ വിട്ടാൽ കുട്ടികൾക്ക് തലയിൽ കയറിക്കാളും. ഇങ്ങനത്തെ തന്നെ സ്വഭാവമായിരിക്കണം. നമുക്ക് ആകെ ഒരു മോനുള്ളൂ. അവരാണ് എല്ലാം ഈ കുടുംബം തന്നെ നടത്തിക്കൊണ്ടുപോണത്. എല്ലാ കാര്യവും നോക്കിയിട്ടൊക്കെ ഞാനാണെങ്കിൽ രണ്ടാൾക്കും വെച്ചാൽ സുഖമില്ല. അങ്ങനെ അവൻ ഇപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ട് അവനാണെങ്കിൽ ഒരാളോടും ഇതില്ലാത്തൊരു കുട്ടിയാണ്. മറ്റേ ഒരു ചീത്ത സ്വഭാവമോ അങ്ങനത്തെ ഒരു ഇതില്ലാതെ നല്ല ഇതിൽ നടക്കുന്ന കുട്ടിയാണ്. അതിങ്ങനെ പറ്റി പുറത്ത് ഇത് വീഡിയോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആരായാലും അവർക്കൊരു മാനക്കേടാണല്ലോ. ആദ്യം സഹിക്കാൻ വയ്യാതെയായി ഈ സംഭവം ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ അവനാകെ ചെയ്യൂല. രാവിലെ തന്നെ അഡ്വക്കേറ്റിനെ കണ്ടിട്ടുണ്ട്. അവരെ ഇന്ന് അതിന്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു പരാതി എഴുതി വാങ്ങിയിട്ട് അച്ഛൻ്റെ അമ്മനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിട്ട് വേണ്ട രീതിയിൽ ഞങ്ങൾ കോടതിയിൽ സമർപ്പിക്കും. അത് വേണ്ട രീതിയിൽ അത് ഞങ്ങൾ എല്ലായിടത്തും എത്തിക്കാനുള്ള നടപടി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഇന്നലെ അവരെ ഭാഗത്തുനിന്ന് ചില ആൾക്കാർക്കുള്ള ചെറിയൊരു ഇത് പറഞ്ഞിട്ടേ ഉള്ളൂ. അല്ലാതെ വേറെ അവരെ ഭാഗത്തുനിന്ന് അങ്ങനെ മോശമായിട്ട് പറയണില്ല. ചില ആൾക്കാരോട് അവർ ഒന്ന് രണ്ട് ആൾക്കാരോട് അവിടെ ഒന്ന് മാറി നിൽക്കുന്നൊക്കെ പറഞ്ഞെന്നല്ലാതെ അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിയായിട്ട് തോന്നിയിട്ടുള്ളൂ. പക്ഷെ അവരത് കേട്ടിട്ടുണ്ടെങ്കിലോ ഞങ്ങൾക്ക് അത്ര തൃപ്തിയായിട്ടില്ല. എന്തായാലും ഞങ്ങളതിൽ ഇതൊന്നുമില്ല. പോലീസിനെതിരെ ഒരു ആരോപണമില്ല, ഒരു ഇതുമില്ല. അത് ഓരോ മാനസിക ഇതിൽ ചില ആൾക്കാരെന്തോ തട്ടിക്കയറിയിട്ടുണ്ടാവാം, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും, ഒന്നും പറയണില്ല. ഞങ്ങൾക്ക് എന്തായാലും നിയമത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. നിയമത്തിന്റെ വഴിക്കേ പോകുള്ളൂ. എസ് അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. അനീഷ്, ഈ സംഭവം 2 ദിവസങ്ങളിലായി സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണ്. യുവതിക്കെതിരെ വലിയ നടപടി ആവശ്യപ്പെടുന്നവരുണ്ട്, പോലീസ് കേസെടുക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നവരുണ്ട്, ഔദ്യോഗികമായ പരാതി ഉന്നയിക്കുന്നവരുണ്ട്. അതേസമയം ഇതിന് മറുവശമുണ്ട് എന്ന വാദവുമുണ്ട്. എന്തായാലും വസ്തുത എന്തായാലും പരിശോധിക്കപ്പെടേണ്ടതാണ്. ആദ്യം ഈ കുടുംബത്തിൻ്റെ നീക്കം അതായത് അവർ ഔദ്യോഗികമായി പരാതിയായി മുന്നോട്ട് പോകുന്നുണ്ടോ? കാരണം മാനസിക സമ്മർദ്ദത്താൽ ഇത്തരം ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തപ്പെട്ടാൽ അത് ആ യുവതിക്കെതിരെ ഒരു വലിയ നീക്കമായി മാറുമല്ലോ. സജിത്ത്, ഇത് വലിയ ഗൗരവമുള്ള കാര്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. ഈ ദീപകിന്റെ അച്ഛനും മറ്റു ബന്ധുക്കളും ചേർന്ന് അഭിഭാഷകനെ കാണാൻ പോയിരിക്കുന്നു. പരാതി തയ്യാറാക്കി എത്രയും പെട്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതിയായി നൽകാൻ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഒരു കാരണവശാലും ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യില്ല. കാരണം ഈ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ യുവതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായ അങ്ങേയറ്റം നിരുത്തരവാദപരമായ നിലപാടാണ് ഈ ആത്മഹത്യയിലേക്ക് ദീപകിനെ തള്ളിവിട്ടത് എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. ഒരു മോശം ഉദ്ദേശത്തോടുകൂടി ആയിരുന്നില്ല ദീപക് ആ ഘട്ടത്തിൽ ഇടപെട്ടത്. പക്ഷേ യുവതിയുടെ ഈ ഭാവപ്രകടനങ്ങളിൽ തന്നെ അത് കൃത്യമാണ്. കാരണം ഈ വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഇടുകയും അതുവഴി റീച്ച് വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ആ യുവതി ആ കൃത്യം ചെയ്തതെന്നാണ് അവർ പറയുക. ഏതാണ്ട് 20 ലക്ഷത്തിലധികം ആളുകളാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആ വീഡിയോ കണ്ടത്. ഒരുപാട് ഷെയറുകൾ ആ വീഡിയോയ്ക്ക് പോവുകയും ചെയ്തു. എന്തായാലും ആ വീഡിയോ ചെയ്തതിന് പിന്നാലെ മറ്റൊരു വീഡിയോ കൂടി, ഒരു എക്സ്പ്ലെയിനർ വീഡിയോ എന്ന രീതിയിൽ മറ്റൊരു വീഡിയോ കൂടി ഈ യുവതി ഇടുകയും അതിനും വലിയ റീച്ച് ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് കൃത്യമായ ഒരു തനിക്കുണ്ടായ ദുരനുഭവം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചൊരു ബോധവൽക്കരണം നടത്തുക എന്നതിനപ്പുറം മറ്റു രീതിയിലുള്ള ഒരു താല്പര്യമാണ് ആ യുവതിക്ക് ഉണ്ടായിരുന്നത് എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ഇക്കാര്യത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ഞായറാഴ്ച പുലർച്ചെയാണ് ദീപകിനെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തത്. തലേദിവസം സുഹൃത്തുക്കൾ സുഹൃത്തിനോട് ഇക്കാര്യം സംസാരിച്ചിരുന്നു. ആദ്യം എത്തിയ വീഡിയോയെ കുറിച്ച് സംസാരിക്കുകയും അത് ഈ യുവാവിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞാണ് പിന്നീട് രണ്ടാമത്തെ വിശദീകരണ വീഡിയോ പുറത്തു വന്നത്. അതുമായി സംസാരിച്ചപ്പോഴും സുഹൃത്ത് ഇക്കാര്യം നമുക്ക് നാളെ സംസാരിച്ച് എന്നീ നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ
ഈ ഓരോ നിമിഷവും സമൂഹ മാധ്യമങ്ങളിൽ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ ഇതിനുണ്ടാവുന്ന കമന്റുകൾ, ഇതിനുണ്ടാവുന്ന ഷെയറുകൾ, ഇതിന് അനുകൂലിച്ചും പ്രതികരിച്ചും ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ, ഇതൊക്കെ വലിയ മാനസികമായ ബുദ്ധിമുട്ട് ദീപകിനുണ്ടാക്കി എന്ന് തന്നെയാണ് കുടുംബവും സുഹൃത്തുക്കളും ഒക്കെ പറയുന്നത്. അതുകൊണ്ട് കൃത്യമായ ഒരു ഉദ്ദേശം ഈ യുവതിയുടെ ഈ പോസ്റ്റിങ്ങിന് പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഒരുങ്ങുന്നത്. എന്തായാലും ഇത് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ആളുകൾ രംഗത്ത് എത്തുന്നുണ്ട്. ഈ രാഹുൽ ഈശ്വറിനെ പോലെ മെൻസ് അസോസിയേഷന്റെ ആളുകളൊക്കെ ഇതിനകം തന്നെ യുവതിക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, ആലുവയിൽ ഒരു ബസ്സിൽ വെച്ച് യുവതിയോട് മോശമായി പെരുമാറിയ സവാദ് അടക്കമുള്ള ആളുകൾ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സ്വീകരണം നൽകി കൊണ്ടുപോയ ഒരു സംഘടനയാണ്. പലപ്പോഴും ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ വളരെ സജീവമായി ഇടപെടുകയും ചെയ്യുന്നതാണ്. തങ്ങൾ മുന്നോട്ട് വെച്ചിരുന്ന വാദമുഖങ്ങൾ ഇപ്പോൾ ഒരു പടി കൂടി കടന്ന് ശരിയെന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് അവർ ആരോപിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ വലിയ ചർച്ചകൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. കാരണം പലപ്പോഴും ഈ അടുത്ത കാലത്തായി ബസ്സിൽ വെച്ച് മോശം പെരുമാറ്റവും മറ്റും ഉണ്ടാവുമ്പോൾ സ്ത്രീകൾ ദൃശ്യങ്ങൾ അടക്കം ഷൂട്ട് ചെയ്ത് പുറത്തേക്ക് വിടുക, അല്ലെങ്കിൽ പോലീസിൽ പരാതി നൽകുക ഒക്കെ പതിവായി നടക്കുന്നതാണ്. അതൊരു മോശം കാര്യമായി കാണാൻ കഴിയില്ല എന്നാണ് ഈ യുവതിയെ അനുകൂലിക്കുന്നവർ പറയുന്നത്. എന്നാൽ മറുവശത്ത് ഇത്തരം ദൃശ്യങ്ങൾ ചിത്രീകരിക്കുമ്പോഴും ഇത് ഒരു ആൾക്കൂട്ട ആക്രമണത്തിലേക്ക് ഒരാളെ തള്ളിവിടാൻ പര്യാപ്തമായ രീതിയിൽ ഇത് ചെയ്യേണ്ടതുണ്ടോ, മറിച്ച് നിയമപരമായ നടപടിക്രമങ്ങൾ ഉണ്ടെങ്കിൽ അതിനോട് സഹകരിക്കുകയല്ലേ ചെയ്യേണ്ടതെന്ന ചോദ്യവും ഉയർന്നിട്ടുണ്ട്. എന്തായാലും ഇരുവശത്തായും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ആളുകൾ നിലനിൽക്കുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം പരാതി ലഭിച്ചിരിക്കുന്നു. ഇനി കുടുംബം പരാതി നൽകാൻ പോകുന്നു. മറ്റ് പല ആളുകളും, ഈ ചില അഭിഭാഷകരും രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകളും ഇക്കാര്യത്തിൽ പരാതി നൽകിയിരിക്കുന്നു. ഇനി പോലീസ് എന്ത് നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കും എന്നതാണ് അറിയേണ്ടത്. എന്തായാലും കുടുംബത്തിന്റെ പരാതി ലഭിച്ച ശേഷമാവും ഇത്തരത്തിൽ ഔദ്യോഗികമായി ഈ ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കം ഈ യുവതിക്കെതിരെ ചുമത്തി മുന്നോട്ട് പോകണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക. അനീഷ്, തുടരുക. എന്തായാലും കേരള സമൂഹത്തെ, നമ്മളെ എല്ലാവരെയും ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു സംഭവമായി കോഴിക്കോട് സംഭവം മാറുക എന്നതാണ് സാഹചര്യം. ഒരു യുവതി പോസ്റ്റ് ഇടുകയാണ്. നമ്മളിപ്പോൾ ആ യുവതിയുടെ ഐഡൻറ്റിറ്റി തൽക്കാലം പുറത്തുവിടുന്നില്ല. കാരണം നമ്മളെ എല്ലാവരെയും ജാഗ്രതപ്പെടുത്തേണ്ട ഒരു സംഭവമാണ്. ഒരു തെറ്റ് ഒരാൾ ചെയ്താൽ ചൂണ്ടിക്കാണിക്കപ്പെടണം. അതിന് നിയമം അനുശാസിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കണം, തർക്കമില്ല. പക്ഷേ ഒരു വ്യക്തിയെ അധിക്ഷേപത്തിന് ഇടയാക്കണമോ, അതല്ലെങ്കിൽ അയാൾ തെറ്റുകാരനാണെന്ന ബോധ്യം വരുന്നതിന് മുമ്പേ സമൂഹത്തിന് മുന്നിലേക്ക് അയാളെ എറിഞ്ഞിട്ട് കൊടുക്കണോ, ഇങ്ങനെ വലിയ ചിന്തകളുണ്ട്. അപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നതാണ് ഇത്തരം നിരവധി പോസ്റ്റുകൾ. ഈ യുവതി നേരിടുന്ന ആക്ഷേപം റീച്ചിന് വേണ്ടി മാത്രം ഇത്തരമൊരു പോസ്റ്റ് ഇട്ടു എന്നതാണ് അവർ നേരിടുന്ന ആക്ഷേപം. അവർക്ക് മറ്റൊരു വാദം പറയാനുണ്ടാവാം, അവർ നേരിട്ട അനുഭവം മറ്റൊന്നുകൂടി ഉണ്ടാവാം. പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ പോസ്റ്റ് ഇട്ടുകൊണ്ടാണോ ഒരാളെ ശിക്ഷിക്കേണ്ടത് എന്ന ചോദ്യമാണ്. അത് ആ വ്യക്തിക്കുണ്ടാക്കുന്ന മനോവ്യഥ ചെറുതല്ല. ഒരു പക്ഷേ തെറ്റുപറ്റിപ്പോയിരിക്കാം, അതിന് ശിക്ഷ അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്യട്ടെ. പക്ഷേ ഇത്തരം രീതികൾ അത് തെറ്റല്ലേ, അത് നിരോധിക്കപ്പെടേണ്ടതല്ലേ എന്ന ചോദ്യമാണ്. അപ്പോൾ ആ യുവതിയുടെ ഐഡൻറ്റിറ്റിക്കും വലിയ വിലയുണ്ട്, ഒപ്പം യുവാവിനും അതിന് തുല്യ പ്രാധാന്യം തീർച്ചയായും നമുക്ക് നൽകിയേ മതിയാവൂ. അതാണ് നമുക്ക് നൽകേണ്ട കാര്യം. സമൂഹ മാധ്യമ കാലത്ത് ഏറ്റവും ജാഗ്രത പാലിക്കേണ്ട ഒരു വിഷയം കൂടിയായി ഇത് മാറുകയാണ്. നഷ്ടപ്പെടുന്നത് ആ കുടുംബത്തിൻ്റെ ഒരു വേദനയാണ്. നമുക്കറിയാം, ഈ ദീപക് എന്ന വ്യക്തി, അദ്ദേഹം ഒരു സെയിൽസ്മാൻ ആയിരുന്നു. അദ്ദേഹം അതിൻ്റെ ഭാഗമായി അദ്ദേഹം പോവുകയായിരുന്നു. ആ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകൾ പലതും വ്യത്യസ്തമായ കമൻറ്റുകളാണ്. അതായത് ഈ ദീപക് ബസ്സിൽ, ഒരു പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു കൈയിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു, മറു കൈ കൊണ്ട് അദ്ദേഹം പിടിച്ചിരിക്കുകയാണ്. ഇതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ കൈമുട്ട് സ്പർശിച്ചു എന്ന തരത്തിൽ പോസ്റ്റ് ഇടുകയും ആ പോസ്റ്റ് ഇങ്ങനെ പ്രചരിക്കുകയും ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.